നമ്മളൊരു മറ്റേ കരിമ്പിൻ ജ്യൂസ് അത് കുടിക്കാനായിട്ട് നിൽക്കുന്നു. ഇവിടെ നമ്മൾ നേരെ അവിടെ ചെന്ന് അവരുടെ ഒരു റെസ്പോൺസ് എന്തായിരിക്കും അറിയത്തില്ല. നമുക്ക് നോക്കാം. നമുക്ക് ഇപ്പൊ ഗായ്സ് എത്തിയിട്ടുണ്ട്. നമുക്കറിയത്തില്ല, നോക്കാം. സർപ്രൈസ് സംഭവം നമ്മൾ പിന്നെ വിളിച്ചിട്ടൊന്നുമില്ല. വന്നിട്ടുണ്ട്. ഉണ്ട് എല്ലാരും ഉണ്ട്. എല്ലാരും ചെരുപ്പുണ്ടോ അവിടെ? എല്ലാരും ഉണ്ട്. ഓക്കെ നമ്മൾ ടെൻഷൻ നഹി ഹേ. അപ്പം സോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും എന്റെ വീഡിയോയിലോട്ട് സ്വാഗതം. നിങ്ങൾ കണ്ട കാര്യം അറിയാലോ, ഇത് രേണുസുതി റിലേറ്റഡ് സബ്ജക്റ്റ് ആണ്. പക്ഷെ ഇതിൽ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് രേണുസുതി ഇല്ല എന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് പറയാനുള്ളത്. പക്ഷെ കിച്ചും ഋതപ്പിനും ഇതിനകത്ത് ഒരു വലിയൊരു എലമെന്റ് ആണ്. പിന്നെ ഇതിനകത്ത് ശാരികയുടെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. രേണുസുതിയുടെ വീഡിയോ ലെന്തി ആയിട്ടില്ലെങ്കിൽ കുറച്ച് വെക്കാം. എന്നുവെച്ചാൽ ഇത് പറഞ്ഞു തീരുമ്പം വീഡിയോ എത്രമാത്രം ലെന്തി ആകും എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പം സോ ലെന്തി ആയിട്ടില്ലെങ്കിൽ ഞാൻ വെക്കാം. ഇതിന് എനിക്ക് ഇതിനകത്ത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു വ്യക്തി എന്ന് പറഞ്ഞാല്, രേണുസുതി എന്തോ അറിഞ്ഞോ അറിയാതെയാണോ അറിയത്തില്ല, അതിനകത്തൊരു നന്നായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് സിറ്റുവേഷൻ. പിന്നെ എന്താണ്, കിച്ചുവിന്റെ ഈ ഒരു നിലപാട്, ഈ ഒരു ഉറച്ച തീരുമാനം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നല്ല തീരുമാനം തന്നെ. കാരണം ഇത്രയും പൊട്ടിത്തെറികളൊക്കെ ആയിട്ട് കേരളം മൊത്തം ചർച്ചയായിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എല്ലാരും വാരി വലിച്ചൊടുക്കുന്ന ഒരു സംഭവമായിരുന്നു. നമുക്കറിയാം, കഴിഞ്ഞ തവണ രേണുസുതി റാസൽ കൈമേ പോയപ്പോഴാണ് കിച്ചു ഇങ്ങനെ ഒരു വീഡിയോ ഇടുകയുണ്ടായിട്ടുണ്ടായിരുന്നു. കാരണം കിച്ചുവിനുണ്ടായിട്ടുണ്ട് എന്റെ ലൈഫ് സ്റ്റോറി എന്ന് പറഞ്ഞുകൊണ്ട് അവനുണ്ടായിട്ടുള്ള കുറെ ബാഡ് എക്സ്പീരിയൻസ്, അതായത് എന്താണ് കുറെ അധികം ബാഡ് എക്സ്പീരിയൻസ് എന്താണ് നമ്മുടെ കൊല്ലം സുധിയും ഈ കിച്ചുവും കൂടെ എന്താണ് നമ്മുടെ രേണുസുധിയുടെ വീട്ടിൽ താമസിച്ചപ്പോഴത്തേക്ക് അവനുണ്ടായ കുറെ എക്സ്പീരിയൻസ്, പിന്നെ അവൻ അതുമൂലം ഉണ്ടായ കുറേയേറെ ശീലങ്ങൾ, അങ്ങനെയൊക്കെ തുടങ്ങി കുറച്ചൊരു 10-32 മിനിറ്റുള്ള ഒരു വീഡിയോ അവൻ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അതേ തുടർന്ന് അമ്മയും മകനും അത്ര നല്ലല്ല, അവർ രണ്ടുപേരും നല്ല പോട്ടി വെച്ചിട്ടുണ്ട്. നേരിട്ടല്ലെങ്കിലും ഇവര് പിന്നീട് ഫോൺ വിളി കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടിരുന്നില്ല. അപ്പൊ അതേ തുടർന്ന് നമ്മളും കിച്ചുവിനെ വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതായിരുന്നു. പിന്നെ എന്താണ്, കിച്ചുവിന്റെ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് അതേ തുടർന്ന് നമ്മൾ സംസാരിക്കുന്നുണ്ടായിരുന്നു എല്ലാവരും. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് കിച്ചു പിന്നീട് ഒരിക്കലും എന്താണ് രേണുസുധിയെ വിളിച്ചിട്ടില്ല എന്നൊക്കെയായിരുന്നു. പിന്നെ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് എപ്പോഴാണ് കിച്ചു ഈ വീഡിയോ എടുക്കാൻ പോയത്, രേണുസുധി എന്താണ് റാസൽ കൈമേ നിൽക്കുന്ന സമയത്ത് തന്നെയാണോ ഇത് എടുത്തത്, അതോ ഈയിടെ എങ്ങാനും രേണുസുധി നമ്മൾ ആരും അറിയാണ്ട് രഹസ്യമായിട്ട് ഒരു വിദേശ പര്യടനം നടത്തിയെന്നൊന്നും അറിയത്തില്ല. അപ്പൊ ഏതൊക്കെയായാലും അമ്മ എന്ത് എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഇവിടെ ഋതപ്പം പറഞ്ഞത് ഞങ്ങൾ അമ്മയെ കൂട്ടാൻ എയർപോർട്ടിൽ പോകാണ്ട് ഒരുങ്ങി നിൽക്കുകയാണെന്ന് ഇവിടെ ഇങ്ങനെ ഒരു പറയുന്നുണ്ട്. അപ്പൊ അത് വെച്ചിട്ടൊരു സംശയം വന്നു. വാട്ട് എവർ ഇറ്റ് ഈസ്, അതെന്തെങ്കിലും ആകട്ടെ. അപ്പൊ നമുക്ക് ഇതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇത്. അപ്പൊ സോ ഫ്രണ്ട്സ്, എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്, ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായം, എന്തുവാടെ ഒരു അഭിപ്രായം ഒന്നും നിങ്ങൾ പറയാത്തത്, കുറച്ചായാലോ കുറച്ച് കമന്റുകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് എഴുതിയിട് പ്ലീസ്. പിന്നെ അതുപോലെ തന്നെ രേണുസുധി ഇഷ്ടമില്ല എന്നുള്ളവർ ഒന്ന് ലൈക്ക് അടിച്ച് കൂടാൻ ശ്രമിക്കുക. പിന്നെ ഒരുപാട് കുറച്ചധികം ആൾക്കാർ ചോദിക്കുന്നുണ്ട്, എന്താടേ രേണുസുധി മാത്രമുള്ളൂ നിങ്ങൾക്ക് ചെയ്യാൻ നമ്മൾ എന്തുമാത്രം സബ്ജക്റ്റ് ആണ് ഇതിനകത്തോട്ട് ചെയ്തിട്ടിരിക്കുന്നത്, എന്തുമാത്രം. പക്ഷെ നിങ്ങൾ എല്ലാവരും വന്ന് ഈ രേണുസുധിയെ മാത്രമേ വന്ന് കാണുന്നുള്ളൂ. എന്തുമാത്രം റിലവന്റ് ആയിട്ടുള്ള ടോപ്പിക് എന്നറിയോ, അതൊന്നും കാണാൻ ഒരു മനുഷ്യരില്ലെന്നുള്ള കാര്യമാണ് വാസ്തവം. എന്നിട്ട് ചാനൽ ഫുള്ളും ചെക്ക് ചെയ്യാതെ രേണുസുധി മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചുകൊണ്ട് ഞാനിതിപ്പോ എന്താടേ പറയുക. അപ്പൊ അതെല്ലാം പോട്ടെ, നമുക്ക് കാര്യത്തിലോട്ട് വരാം. അപ്പൊ എക്കാലും ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് വന്നൊരു ഭാഗം ഞാൻ ഫസ്റ്റ് കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പം നമ്മൾ ഋതപ്പനെ കൊണ്ടാക്കി തിരിച്ച് ഇതിനിടയ്ക്ക് അപ്പൊ അങ്ങനെ നമ്മൾ ഋതപ്പനെ കൊണ്ടാക്കി നമ്മൾ തിരിച്ച് പോകുന്നു. എല്ലാരും ഹാപ്പി. നമ്മളിവിടെ വന്നപ്പോ ആദ്യം ഋതപ്പനും ഇവരെല്ലാരും കൂടെ എറണാകുളത്തുള്ള പരിപാടി അമ്മ എന്തോ അവിടെ ഒരു രീതിയിൽ. അപ്പൊ ആദ്യം ഞങ്ങൾ വിചാരിച്ച് ഇവര് പോവല്ലേ നടക്കത്തില്ല എന്നുള്ള രീതിയിൽ ഒന്നിന് കടയിൽ കൊണ്ട് പോയിട്ട് വരാന്നുള്ള ഇതിൽ നിന്നു. ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു. ഞാൻ നൈസായിട്ട് പപ്പ വിളിച്ചു വെച്ച് നമുക്ക് ഈ ഒരു കിച്ചു പറഞ്ഞ ഒരു സാധനം നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു വീഡിയോ നിങ്ങൾ എന്താണ് കിച്ചുവിന്റെ ചാനലിൽ പോയി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു എന്നും ഈ ഒരു കിച്ചുവിനെ കാണുമ്പോഴത്തേക്ക് ഋതപ്പന്റെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്.
ചേട്ടൻ വാവ് സെറ്റപ്പ് ഉണ്ട്. പക്ഷെ ഈ തവണ എന്താണ് ഈ കിച്ചു ഋതപ്പനെ മീറ്റ് ചെയ്യാൻ വന്നപ്പോ ആ വാവ് സെറ്റപ്പ്, എന്റെ ചേട്ടൻ ബഡ്ഡി, ആ ഒരു സെറ്റപ്പ് ഒന്നും കണ്ടിരുന്നില്ല. കൊച്ച് എന്തൊക്കെയോ കേട്ട് ഭയന്ന് ആരുടെയൊക്കെയോ വാക്കുകൾ കേട്ടിട്ട് എന്തോ ഒരു സ്ട്രേഞ്ചറിനെ കാണുന്ന രീതിക്കാണ് കൊച്ചു നിന്നത്. പിന്നെ ഇവര് പുറത്തൊക്കെ പോയി കഴിഞ്ഞിട്ടാണ് സെറ്റ് ആയത്. ഇങ്ങനെ കൈ കെട്ടി ഇങ്ങനെ ഇരിക്കുന്ന ഒരു സെറ്റപ്പ് മോഡായിരുന്നു അവന്. അപ്പൊ എന്തൊക്കെയോ അവനെയും പറഞ്ഞ് ആരൊക്കെയോ തിരുത്തിയത് പോലെയുണ്ട്. കാരണം എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ തങ്കുവിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് പിന്നത്തെ കിച്ചു പറഞ്ഞു കഴിഞ്ഞു. അപ്പം മേ ബി തങ്കുവിന്റെ വൈഫുമാണ് എന്താണ് ഈ കുട്ടിയെ നോക്കുന്നത്, ഋതപ്പനെ നോക്കുന്നത്. മേ ബി അവര് ഈ ഇവരുടെ പാസ്റ്റ് ലൈഫ് പറഞ്ഞല്ലോ, അതായത് കിച്ചുവിന്റെ ഫാസ്റ്റ് ലൈഫ് പറഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് നന്നായിട്ട് പൊള്ളും. കാരണം അവരുടെ മരുമോനെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, അവര് പെരുമാറിയ പെരുമാറ്റങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ ഒരു ദേഷ്യവും എല്ലാം കൂടെ കിച്ചു എന്തോ ഒരു വലിയ സംഭവമാണെന്നുള്ള രീതിക്ക് ഈ ഋതപ്പന്റെ കേക്കെ പറഞ്ഞതോ അല്ലെങ്കിൽ ഋതപ്പനോട്ട് അടിച്ചേൽപ്പിച്ചോ എന്തോ ഒരു സംഭവം ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ എനിക്ക് അങ്ങനെ തോന്നി കേട്ടോ. അപ്പൊ ഈ ഒരു പുറത്തു കൊണ്ടുപോയിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പപ്പാടെ അഭിപ്രായം ഇങ്ങനെയാണെന്ന് പറഞ്ഞപ്പോ നമുക്ക് അത് ഏകദേശം ആ ഒരു ടാഗിലോട്ട് നീട്ടാൻ പറ്റുന്നുണ്ട്, അത് നോക്കാൻ പറ്റുന്നുണ്ട്. കണ്ടില്ലേ ആ രീതി ഇപ്പൊ. പിന്നെ എന്താ അമ്മയുടെ കണ്ട് ചോദിക്കാൻ പറഞ്ഞ അങ്ങനെ അമ്മേനെ വിളിച്ച് ചോദിച്ചപ്പോ അമ്മ കൊണ്ടുപോകാൻ പറഞ്ഞ അങ്ങനെ ഞങ്ങള് കൊണ്ടുപോയതാണ്. അങ്ങനെ അവൻ ഹാപ്പിയാന്ന് തോന്നുന്നു. നേരെ വിളിച്ച് ഞങ്ങളെ കൊണ്ടുപോയാ എല്ലാരെയും കൂടെ ഹാപ്പി. അപ്പൊ ഇതില് ഈ ഒരു കാര്യം പറയുന്നത് ഏതാണ് കിച്ചു, അതായത് രേണുസുധിയുടെ ഈ ഒരു തീരുമാനം, അത് വീഡിയോ എടുക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞിട്ടാണോ എന്താണെന്ന് അറിയില്ല. എന്നാണേലും കൊണ്ടുപോയിക്കോ, നീ അവനെ പുറത്ത് കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞ ആ ഒരു മൈൻഡിനെ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അപ്പം അവിടെ നല്ലൊരു തീരുമാനമാണ് രേണു എടുത്തത്. അഥവാ ഇനി കൊണ്ടുപോകണ്ട എന്നെങ്ങാനും പറഞ്ഞു നീ കേരളം ായിരുന്നു രേണുസുധി നേരിലായിരുന്നു. അപ്പൊ ആ ഒരു ബോധം കാണിച്ചത് വളരെ നന്നായി. കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞതായിരുന്നു അതിന്റെ ഏറ്റവും ഉചിതമായ ഒരു തീരുമാനം. അപ്പൊ കേൾക്കാം. പിന്നെ രമ്യ ചേച്ചി വിളിച്ച് എന്റെ പിള്ളേരെ ഇവിടെ കൊണ്ടുപോകണമെന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് പറയാനുള്ള ഇനി ഒരുത്തരെ മാത്രമായിട്ട് എനിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഞാൻ പണ്ടോട്ട് കാണുന്നതാണെങ്കിൽ ഒരു 3 നേരം, അപ്പം എനിക്ക് 3 നേരമായിട്ടേ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ ആ രീതി കൊണ്ടുപോയതാ. ഈ 5 മിനിറ്റ് 10 മിനിറ്റ് കൂടുമ്പോൾ ഇങ്ങനെ വിളിച്ചോണ്ടിട്ടുണ്ടായിരുന്നു. അവരെ മാത്രമായിട്ട് കൊണ്ടുപോകാൻ തോന്നിയില്ല. കാരണം ഞാൻ എന്തെങ്കിലും സാധനം വാങ്ങിയാലും ഇങ്ങോട്ട് വരുമ്പോൾ 3 പേർക്കും കൂടെ വാങ്ങുന്നത്. അപ്പൊ അവനെ മാത്രം കൊണ്ടുപോകാനായിട്ട് എനിക്ക് തോന്നിയില്ല, കൊണ്ടുപോയതാണ്. അപ്പം അത്രേ ഉള്ളൂ വീഡിയോ. അപ്പം ഇതൊക്കെ നിങ്ങളെ കാണിക്കാന്ന് കൂടെ വിചാരിക്കും. അപ്പൊ ഇതില് പറയുന്ന ഒരു കാര്യം വെച്ചാൽ രമ്യ ചേച്ചി എന്റെ പിള്ളേരെ എവിടെ കൊണ്ടുപോയിടാന്ന് ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം ഒരുപക്ഷെ രമ്യ ചേച്ചി അങ്ങനെ ചോദിക്കുവടേ, കാരണം അവരുടെ കെട്ടിയവനെയാണ് അന്ന് അങ്ങനെ ചൊറിഞ്ഞത്. അപ്പൊ അതിന്റെ ഒരു ദേഷ്യമൊക്കെ ആയിരിക്കാം. അപ്പൊ ഇത്ര നാളും ഇല്ലാത്ത ഒരു പ്രശ്നമാണ് ഇപ്പൊ ഉണ്ടായത്. അപ്പൊ ഈ കിച്ചുവിന് ഒരു ട്രസ്റ്റ് ഇല്ലാതെ തോന്നുന്ന പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പം ട്രസ്റ്റ് ഇല്ലാഴികയൊന്നുമല്ല, കിച്ചനോടുള്ള ആ ഒരു ദേഷ്യം കാണിച്ചതാണ് അവര്. കാരണം അവരുടെ കൊച്ചിനെ ശരിയാണ്, ഈ രേണുസുധിയിലും കിച്ചുനേലും എന്താണ് ഈ ഋതപ്പനയിലും ഖണ്ഡിക്കുന്ന ഒരേ ഒരു ഘടകം എന്ന് പറഞ്ഞാൽ കൊല്ലം സുധിയാണ്. ആ കൊല്ലം സുധി എന്നുള്ള ഒറ്റ ഒരു ടാഗിലാണ് ഇവർ ഇത്രയും പേരും കണക്റ്റഡ് ആയി നിൽക്കുന്നത്. ഒരു പക്ഷെ എന്താണ് ഈ രമ്യയുടെ മക്കള് അത് വേറെ ഒരു ഘടകമാണല്ലോ. അപ്പൊ രമ്യക്ക് ചോദിക്കാം. പക്ഷെ കിച്ചു ഇവിടെ അത് നന്നായിട്ട് പ്രസന്റ് ചെയ്തു. കാരണം എനിക്ക് പിള്ളേരെല്ലാം ഒരുപോലെയാണ്, ഞാൻ 3 പേരെയും ഒരുമിച്ചാണ് കാണുന്നത്. അത് വളരെ നല്ലൊരു റിപ്ലൈ ആയിരുന്നു കേട്ടോ. അപ്പം അത് നല്ല മെച്യൂർഡ് ആയിട്ട് കിച്ചുവിന്റെ ഒരു എടുത്തുചാടിയ ഈ അതാണ്ട് രേണുവിനെ പോലെ എടുത്തുചാട്ടമല്ല, കിച്ചു എപ്പോഴും ഒരു മെച്യൂരിറ്റി കീപ്പ് ചെയ്ത് അത് സമയത്ത് മാത്രം അടിക്കുന്ന ഒരു അടിയാണ്. അപ്പൊ ആ അടിക്കുന്ന അടി കൊട്ടുന്ന കൊട്ട് ഒന്നേ കൊട്ടിയുള്ളെങ്കിൽ അതോ 20 കൊട്ടായിരിക്കും. അതാണ് കിച്ചുവിന്റെ ഒരു പ്രത്യേകത. പക്ഷെ രേണു അങ്ങനെയല്ല. രേണു എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇങ്ങനെ ചോറും തുള്ളിച്ചാടി നടക്കും. അപ്പൊ ഏക്കാലും ഇപ്പൊ കുറെ അധികം ഷെബിന ബീബി കുറെ അധികം കാര്യങ്ങളൊക്കെ പുറത്ത് കൊണ്ടുവരുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസം ശാരിക എന്താണ് ഇവരെ ഒന്ന് ന്യായീകരിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ന്യായീകരിക്കുകയായിരുന്നോ അതോ ഇവരെ ഊക്കി വിടുക ആണോ എന്ന് അറിയത്തില്ല. അതുപോലെ കളിയാക്കി വിട്ട പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. അപ്പൊ ഏക്കാലും ചെറുതായിട്ട് അതും കൂടെ ഒന്ന് കണ്ടുപോകാം. ഞങ്ങളുടെ തന്നെ ബിഗ് ബോസിലെ വേറൊരു കണ്ടസ്റ്റന്റ്, എക്സ് കണ്ടസ്റ്റന്റ്, അവരുടെ പ്രൊഫൈൽ നിങ്ങളൊന്ന് എടുത്തു നോക്കണം. അതിനകത്ത് മൊത്തം ക്ലീവേജും മൊത്തം തൈസും ബാക്കും എന്താ പറയാ ഈ പറയപ്പെടുന്ന പോലെ വയറും എല്ലാം കാണിക്കുന്നുണ്ട്. വളരെ നൈസായിട്ടുള്ള ഡ്രസ്സുകൾ അവരിടുന്നുണ്ട്. അതിന്റെ കമന്റുകൾ താഴെ ഒരു 100, 200, 300 കമന്റ് ഉണ്ടാവും ഓരോ പിക്സിനും. അതിലൊക്കെ തീയും പൂവും പൂച്ചെണ്ട് ജണ്ടുമാല ബൊക്കെ ഹാരങ്ങൾ ഇതൊക്കെയാണ് അതിനകത്തുള്ളത്. ഒരു മോശം വാക്ക് മലയാളികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. എന്താണ് നമ്മുടെ RJ ബിൻസി ആണെന്ന് തോന്നുന്നു, ഉദ്ദേശിച്ചേ തോന്നുന്നു, അല്ല RJ ബിൻസി തന്നെയാണ്. അപ്പൊ നമ്മൾ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ഈ പറയുന്ന വ്യക്തി ഒരിക്കലും ഞാൻ ഒരു വിഡോയാണ്, എനിക്ക് മക്കളെ നോക്കണം, എന്റെ സുബിച്ചേട്ടൻ അങ്ങനെ ഒരു പർട്ടിക്കുലർ വ്യക്തിയെ വെച്ചിട്ട്
പബ്ലിക്കിന് മുന്നോട്ട് വരുന്നില്ല. അതേസമയം നിങ്ങളുടെ കൂട്ടുകാരി രേണുസുതിയാണ് അങ്ങനെയല്ല, ഞാൻ വിടുകയാണ്, എനിക്ക് വേറെ മാർഗമില്ല, ഞാൻ കൊച്ചുങ്ങളെ വളർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ പബ്ലിക്കിന്റെ മുന്നിൽ തുണി ഊരുന്നത് എന്ന് പറയുന്നതിനകത്താണ് തെറ്റിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇത്രയധികം ആൾക്കാർ വാരി വലിച്ചിട്ട് കൊടുക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. പിന്നെ ഇവര് ഇതിനകത്ത് കുറെ അധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ എന്തൊക്കെയാണേലും ബോഡി ഷെയിം ചെയ്യുന്ന രീതി തന്നെയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. രേണുസുതി ശരിക്കും ഇതിനകത്ത് ബോഡി ഷെയിം ചെയ്ത് തന്നെ ഇവർ പറയുന്നുണ്ട്. ഇവർ ഏത് രീതിയിലാണ് സപ്പോർട്ട് ചെയ്യുന്നത്? അപ്പൊ രേണുസുതി അതും ശരീരം എന്ന് പറയുന്ന ആ പെങ്കൊച്ചിന് ഇല്ല, വളരെ മെലിഞ്ഞിട്ട് എന്താ പറയുക, അവരോട് തപ്പി നോക്കണം വല്ല ഉണ്ടോന്ന്. ആ പരുവത്തിൽ നടക്കുന്ന ഒരു പെങ്കൊച്ചിനെ അല്ലെങ്കിൽ ഒരു പെണ്ണിനെ, ഇനി പെങ്കൊച്ചെന്ന് പറഞ്ഞിട്ട് വേണ്ട, ഒരു യുവതിയെ നല്ല ശരീരവും നല്ല എന്താ പറയുക ശരീരഭാഗങ്ങളും കാണിച്ച് പലരും ഉദ്ഘാടനത്തിന് വരെ വരുന്ന കോലം എങ്ങനെയാ? അപ്പൊ ഇവിടെ ബോഡി ഷെയിം തന്നെയാണ്. അപ്പത്തേക്ക് ഇങ്ങനെ ഡ്രസ്സിങ് മോശമായിട്ട് ഇങ്ങനെ കേറി പിടിച്ചു എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ ഡ്രസ്സ് ചെയ്ത് വരുന്നത് മോശമാണെന്ന് അപ്പൊ ചേച്ചിക്ക് അറിയാം, ശാരിക ചേച്ചിക്ക് അറിയാം. അപ്പൊ ഇവരെന്താണ് ഉദ്ദേശിക്കുന്ന അറിയത്തില്ല. ഇവരെന്താണ് വൈറ്റ് വാഷ് അടിക്കാനാണ് ഉദ്ദേശിച്ചെങ്കിലും പക്ഷെ പുള്ളിക്കാരി കരിയോയിൽ അടിച്ചു വിടുന്ന രീതിക്കായി പോയി. കുമ്മായം അടിക്കാൻ വന്നു, പക്ഷെ കരിയോയിൽ അടിച്ചു വിട്ടു രേണുസുതി. ആ ഒരു അവസ്ഥയിലായിപ്പോയി. എന്തൊക്കെയായാലും പറഞ്ഞു വന്നത് ഒരു കാര്യം, പറഞ്ഞു തീർന്നപ്പോഴത്തേക്ക് അത് വേറൊരു കാര്യമായിട്ട് പോയി. അപ്പൊ ഒക്കെയായാലും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അല്ലെങ്കിലും രേണുസുതിയെ സപ്പോർട്ട് ചെയ്യുന്നവരെ എല്ലാവരും ഒരു ക്വാളിറ്റി ഉള്ള മനുഷ്യരായിട്ട് തോന്നിയിട്ടില്ല. ഈ ആരൊക്കെ എനിക്കറിയത്തില്ല, കുറെ അധികം ആൾക്കാർ പേരൊന്നും എനിക്കറിയത്തില്ല. ഒന്നാണേലും കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാത്ത കുറെ എണ്ണങ്ങളൊക്കെയാണ് രേണുസുതിയെ സപ്പോർട്ട് ചെയ്യുന്നത് അറിയാം. ഇനി എന്തെങ്കിലും ഇന്ന് ഇട്ടിട്ടുണ്ടോ നോക്കാം. അല്ലാതെ പിന്നെ ആര് സബ്സ്ക്രിപ്ഷൻ ഒക്കെ എത്രയാ നോക്കാം അല്ലെ. 2800 സംതിങ് സബ്സ്ക്രിപ്ഷൻ ഉണ്ടായിട്ടുണ്ട്. കുറവ് വരുന്നുണ്ട് സബ്സ്ക്രിപ്ഷനിൽ നേരിയ. അപ്പൊ ഇതൊക്കെയാണ് ഫ്രണ്ട്സ്, ഇത് രേണുസുതി റിലേറ്റഡ് സബ്ജക്റ്റുകൾ. അപ്പം നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ നിങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത്. പിന്നെ ലൈക്ക് ഹൈപ്പ് അത് കൊടുക്കാൻ മറക്കരുത്. അപ്പൊ അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ ബൈ.